ഹലോ, വെൽക്കം ബാക്ക്. ഈ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ അമ്പലം എന്ന് കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ വല്യമ്പലം എന്നും പറയും. ഈ കേരളത്തിലെ ഉത്സവങ്ങളുടെയൊക്കെ തുടക്കം ഈ വല്യമ്പലത്തിൽ നിന്നാണെന്ന് പറയണത്. ഞാൻ പറയണല്ലോ കേട്ടോ, ഗൂഗിളും പറയുന്നുണ്ട്. ഇവിടെ ഉത്സവത്തിന് ശേഷമാണ് ബാക്കി എല്ലാ സ്ഥലത്തും കേരളത്തിൽ ഉത്സവങ്ങൾ തുടങ്ങുക. അപ്പോൾ കുഞ്ഞിലേ തൊട്ട് തന്നെ എപ്പോഴും ഉത്സവം വരുമ്പോൾ അവിടെ പോവുക, തെണ്ടി നടക്കുക, കിട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്നുള്ളത് നമുക്ക് ചെറുപ്പത്തിലെ തൊട്ടുള്ള ഒരു ശീലമാണ് കേട്ടോ. ഇതേ അമ്പലത്തിൻ്റെ ഈ ഉത്സവത്തിന് സമയത്ത് തന്നെയാണ് കരിങ്ങാച്ചിറപ്പള്ളിയിൽ തമുക്ക് പെരുന്നാൾ നടക്കും. ഒരു തമുക്കെന്ന് പറഞ്ഞിട്ടൊരു സാധനം കഴിക്കാൻ കിട്ടും. പഴവും അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ശർക്കരയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. അത് ഡിസംബർ 1, 2, 3 ദിവസങ്ങളായിരിക്കും. ഏകദേശം അനുബന്ധിച്ച് തന്നെയാണ് ഈ വൃശ്ചികോത്സവം അല്ലെങ്കിൽ ഈ പൂർണ്ണത്രയീശൻ അമ്പലത്തിൽ ഉത്സവം നടക്കുക. 15 ആനപ്പുറത്ത് ദിവസവും മേളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പം മെയിനായിട്ട് ഞങ്ങൾ പോകുന്നത് ഈ വഴിയോര കച്ചവടക്കാരുടെ അടുത്ത് വഴി നീളെ നടന്ന് സാധനങ്ങൾ വാങ്ങിക്കാനും കഴിക്കാനും ഒക്കെ വേണ്ടിയാണ്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, കസിൻസിൻ്റെ കൂടെയാണ് പോയത്. ഇത്തവണ എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കേട്ട് എൻ്റെ മോളായിരുന്നു ഭയങ്കര എക്സൈറ്റഡ്. അവൾ കാണുന്ന കടയിലും ഇതൊക്കെ കയറി ഇറങ്ങി കിട്ടാവുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ ഉള്ള ഭയങ്കര ത്രില്ലായിരുന്നു. വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പറയും ഇതേ വാങ്ങിക്കാവുള്ളൂ അതേ വാങ്ങിക്കണം എന്ന് പറഞ്ഞാലും, പക്ഷേ അവിടെ ചെല്ലുമ്പം ഇതെല്ലാം പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് ഞങ്ങൾ പോയി. പിന്നെ ഈ മെയിൻ പാർട്ടാണ് മെഹന്തി എന്ന് പറഞ്ഞാൽ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ആ മെഹന്തി ഇടുക, പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നിട്ട് ഓരോരുത്തരുടെ ആരുടെ മെഹന്തിയാണ് കൂടുതൽ, ആരുടെ ഏറ്റവും നല്ല ഡിസൈൻ എന്നൊക്കെ നോക്കി കമ്പയർ ചെയ്യാം. ഇതൊക്കെ തരുന്ന സ്ഥിരം പരിപാടി. ആൻഡ് ഇത്തവണ യൂഷ്വൽ പോകുന്നതല്ലാണ്ട് ഞങ്ങൾ രാത്രിയിലത്തെ മേളം കേൾക്കാൻ വേണ്ടി പോയി. ഒരു 10 മണി ആകുമ്പോഴേ മേളം തുടങ്ങണേ. ഇതുവരെ ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ കസിൻസൊക്കെ പറഞ്ഞ് അടിപൊളിയായിരിക്കും, പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ പോയതാണ്. എന്താ പറയുക, അമ്പലത്തിന് ചുറ്റും മേളം നല്ലപോലെ കൊട്ടി കൊട്ടി നിന്ന് നടപ്പുരയിൽ വന്നിട്ടൊരു മേളമുണ്ട്. എൻ്റെ മക്കളെ എന്താ പറയുക, അത് ഞാനിത് ആദ്യമായിട്ടാണോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം, ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാകും. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ മേളം കേട്ടിട്ടുണ്ട് വേറെ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ. പക്ഷേ ഇവിടുത്തെ മേളം അതൊരു പ്രത്യേകത തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഞങ്ങൾ പോയി നിന്നിട്ടില്ല ഇതുവരെ ഈ മേളം കേൾക്കാൻ വേണ്ടിയിട്ട്. രാവിലെ അല്ലെങ്കിൽ പോവും ചിലപ്പോൾ, അല്ലെങ്കിൽ വൈകുന്നേരങ്ങൾ എപ്പോഴും പോയിട്ട് രാത്രി ആവുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ഇത്തവണ കസിൻസൊക്കെ കൂടി പറഞ്ഞിട്ടാണ് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ പോയത് ഒരിക്കലും വേസ്റ്റായി എന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ആ രാത്രി അവിടുത്തെ ഒരു വൈബും ഒക്കെ, കാരണം ഒരു ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് എനിക്കിങ്ങനെ അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ പറയും നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല, നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് അത് ഭയങ്കരമായിട്ട് നമ്മൾ എത്രത്തോളം മിസ് ചെയ്തിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടിരുന്നതെന്ന്. അപ്പോൾ ഇവിടുത്തെ ഫോട്ടോസും ഓരോരുത്തർ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഓ അടിപൊളി, എനിക്കെന്താണോ പിന്നെ പോകാൻ പറ്റുക, ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ വരേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെയായിരുന്നു. പക്ഷേ അപ്പം ഇതിന് കസിൻസ് വിളിച്ചു, ഞാൻ എന്തായിക്കോട്ടെ വീക്കെൻഡ് ആയിരുന്നു പോകാമെന്ന് പറഞ്ഞു പോയി. പക്ഷേ ആ ലാസ്റ്റത്തെ ഒരു 15 മിനിറ്റ് നടപ്പുരമേളമുണ്ട് ഭഗവാന്റെ മുമ്പിൽ വന്ന് കൂട്ടുന്നത്. അയ്യോ എനിക്ക് വയ്യ, എന്താ പറയുക, അതിങ്ങനെ കൊട്ടി 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 കയറി വന്നിട്ട് ലാസ്റ്റ് വരുന്നൊരു ഒരു കുറച്ച് നേരത്തെ ഒരു ഇതാണ്. ഒരു പാർട്ടിക്കോ ഒരു ഡി ജെക്കോ തരാൻ പറ്റാത്തൊരു വൈബ്, ഒരു ബ്ലിസ്ഫുൾ മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ അങ്ങ് ഹൈപ്പ് വന്നല്ലേ. ഞാൻ ഇതിന് കുറച്ച് ഭാഗം അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കുറേ പേര് മേളം കേൾക്കുന്നവർക്കൊക്കെയാണ് ഇതൊക്കെ ഒരു ഒരു ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്, ദൈവമേ എനിക്ക് ഈ ഉത്സവം കഴിഞ്ഞതിന് മുമ്പ് ഒരു തവണയും കൂടെ വരാൻ പറ്റണേന്ന്. കാരണം ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം വീക്ക് ഡേയ്സ് ആയിരുന്നു ഉത്സവം, പിന്നെ രാത്രി വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, വീട് കുറച്ച് ദൂരെയാണ്. പക്ഷേ സംതിങ്, ഞാൻ വീണ്ടും പോയി. പെട്ടെന്നൊരു ദിവസം അനിയത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ വരുന്നുണ്ടെങ്കിൽ വാ, രാത്രി നമുക്ക് പോവാം. ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരുടെ കൂടെ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. പിന്നെ പറയണോ, എങ്ങനെയൊക്കെയോ വർക്കൊക്കെ തീർത്ത് ഇറങ്ങി കണ്ടു ഞങ്ങൾ. അപ്പോൾ ഇനി ബാക്കി മേളം നിങ്ങൾ കേട്ട് നോക്കേ. എങ്ങനെയുണ്ട്, അടിപൊളിയായിരുന്നില്ലേ? ആ ഓരോ എനിക്ക് ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ആ കൊട്ടി കയറിയ ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഇത് ലാസ്റ്റ് കോല ഇറക്കുന്നതിന് മുമ്പുള്ള ഇതായിരുന്നു. അത്രയും തന്നെ ഞങ്ങൾ നിന്നില്ല. കോല ഇറക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ദിവസം ഞങ്ങൾ പോന്നു, രണ്ടാമത്തെ ദിവസം പോയെന്ന് പറഞ്ഞില്ലേ, ആ വീഡിയോ ആണ് ഇത്. രണ്ടാമത്തെ ദിവസം ഞാൻ വീണ്ടും പോയി. എൻ്റെ മുഖത്ത് ഗ്ലോ കണ്ടോ, ഭയങ്കര സന്തോഷം. കാരണം പ്രാർത്ഥിച്ചിട്ട് 2 ദിവസത്തിനുള്ളിൽ, കാരണം ഇതുവരെ അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു ചാൻസും ഇല്ലായിരുന്നു പോകാനായിട്ട്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ അനിയത്തി വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പം എൻ്റെ വർക്ക് പെട്ടെന്ന് എങ്ങനെയോ തീർത്തു ഞാൻ. ഭയങ്കര സന്തോഷമായി. അങ്ങനെ വീണ്ടും ഞാൻ പോയി. അത് വലിയ വിളക്കിൻ്റെ അന്നാണ് ഞാൻ പോയട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. ലാസ്റ്റ് ഉള്ള മേളം കേൾക്കാനായിട്ട് ഞങ്ങൾ തിങ്ങി നിന്ന കണ്ടേ. ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് ശ്വാസം വിടാനെങ്കിലും കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷേ ഇത് അതുപോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇറ്റ് വാസ് വർത്ത്.
അവർ കുറച്ച് സമയം കുറച്ചാട്ടോ കൊട്ടിയത്. പക്ഷെ എന്നാലും ഉള്ള സമയത്ത് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. എങ്ങനെയൊക്കെയോ ഞങ്ങൾ നിന്നു. ഭഗവാൻ അത്രയും എന്താ പറയുക, കണ്ണിറച്ച് കണ്ടു എന്നൊക്കെ പറയില്ലേ. സോ ഗ്രേറ്റ്ഫുൾ. ആൻഡ് നിങ്ങൾ ആരും ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം, ഇനിയിപ്പോൾ ഉത്സവം തീർന്നു, അടുത്ത കൊല്ലമേ ഉള്ളൂ. അപ്പം അടുത്ത കൊല്ലം ഉത്സവത്തിന് വന്ന് നോക്ക് പൂർണ്ണത്രയീശൻ അമ്പലത്തിൽ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.